ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന, ദൈവവചനത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശ്രേഷ്ഠരായ ദൈവമക്കൾ, കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ അത്യധ്വാനം ചെയ്യുന്ന അഭിഷിക്തന്മാർ, അങ്ങനെ എല്ലാ സുവിശേഷ സ്ത്രീകളായ ദൈവമക്കളെയും ശ്രോതാക്കളെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ രക്ഷാനായകനും കർത്താവുമായ ദൈവപുത്രൻ ഫിലദൽഫിയയിലെ സഭയിലെ ദൈവകുഞ്ഞുങ്ങളോട് പറയുന്ന ദൂത് വെളിപ്പാട് 3:8 കാണാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത്, ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗീയ മർമ്മങ്ങളുടെ കലവറ ദൈവം തന്റെ ദാസന്റെ മുമ്പിൽ മറനീക്കിയതാണ് വെളിപ്പാട് പുസ്തകം. ഡൊമീഷ്യൻ ചക്രവർത്തി ദൈവജനത്തെ കൊന്നൊടുക്കുന്ന കാലം തിളച്ച എണ്ണയിൽ വലിച്ചെറിഞ്ഞിട്ടും ചാകാതെ വന്നപ്പോൾ യോഹന്നാനെ കൊണ്ടു തള്ളിയതാണ് മരണദ്വീപായ പത്മോസിൽ. സ്തോത്രം. അലറി പറയുന്ന ഈജിയൻ കടലിലെ ഉപ്പുവെള്ളമല്ലാതെ തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, വിശപ്പകറ്റാൻ വകയൊന്നുമില്ല, കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആളില്ല. ഇവിടെ കൊണ്ട് തുറന്നുവിട്ട കപ്പലും തിരിച്ചുപോയി. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ സ്വർഗം തന്റെ കുഞ്ഞിനു വേണ്ടി ഒരു വാതിൽ തുറന്നു. ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത്, ആർക്കും അടച്ചുകൂടാ. കുഞ്ഞെ, നിന്റെ മുൻപിൽ എല്ലാ വഴിയും അടയുമ്പോൾ, എല്ലാവരും എതിരായി തീരുമ്പോൾ, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത നന്മയുടെ പുതുവഴി ദൈവം നിനക്ക് തുറന്നു തരും. വിശ്വസിക്കുക. ദൈവം നല്ലവനാണ്. കർത്തൃദിവസത്തിൽ ആത്മവിശ്വസതയിൽ ദൈവത്തെ ആരാധിച്ചവന്റെ മുൻപിൽ സ്വർഗം വെളിപ്പാടിന്റെ കലവറ തുറക്കുകയാണ്. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു നോക്കി. കുഞ്ഞെ, ഇന്ന് പുലരിയിൽ നീ കേൾക്കുന്ന ദൈവ ശബ്ദത്തിന് പിന്നിൽ ഒരാളത്വമുണ്ട്. അത് മഹാദൈവമാകട്ടോ. പിന്നെ നീ കേൾക്കുന്ന വചനത്തിന് പിന്നിൽ ഒരു വ്യക്തിയുണ്ട്. അത് സാക്ഷാൽ വചനമായ ക്രിസ്തുയേശു തന്നെയാണ്. പ്രതികൂലത്തിന്റെ നടുവിലും ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചവനെ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നവൻ തന്റെ വലം കൈകൊണ്ട് ആ കുഞ്ഞിനെ തൊട്ടു. ദൈവജനം കേൾക്കാൻ മാത്രമുള്ളതല്ല മക്കളെ, അതിന്റെ പിന്നിൽ ഒരാളത്വമുണ്ട്. സാക്ഷാൽ വചനമാകുന്ന ക്രിസ്തു ബലമുള്ള കരം കൊണ്ട് നിന്നെ അവൻ തൊട്ട് ബലപ്പെടുത്തും, വിടുവിക്കും, സൗഖ്യമാക്കും. പുത്തൻ സ്വർഗീയ മർമ്മങ്ങൾ നിന്റെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തി തരും. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോട് പറയുക, ഞാൻ ഇന്ന് കേൾക്കുന്ന വചനം എന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. ഇന്ന് ഞാൻ കേൾക്കുന്ന ദൂത് ഞാൻ പ്രാപിച്ചെടുക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്നെ തൊടാൻ പോവുകയാണ്. എന്റെ വിഷയത്തിൽ വചനം കൈവയ്ക്കാൻ പോവുകയാണ്. എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആലോചന വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പുലരി മക്കളെ, നിന്നോട് സംസാരിക്കുന്ന ദൈവപുത്രന്റെ ആലോചന നിനക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി നീ കാണാൻ പോകുകയാണ്. ദൈവത്തിന്റെ മഹത്വം. യോഹന്നാൻ വിചാരിച്ചു, ഈ പത്മോസിൽ തന്നെ അവസാനിക്കും, ഇവിടം കൊണ്ട് ഞാൻ തീരും, ഇതിനപ്പുറത്തൊരു ഭാവിയില്ല, ഇനിയൊരു നന്മയുടെ മറുകര പ്രതീക്ഷിക്കാനേ വയ്യ എന്ന് ചിന്തിച്ച ദൈവത്തിന്റെ പൈതലിനോട് കർത്താവ് പറയുന്നു, കുഞ്ഞെ, ഞാൻ അൽഫയും ഒമേഗയുമാ. എന്ന് പറഞ്ഞാൽ എന്താ? തുടങ്ങിയത് ഞാനാ, നിർത്തുന്നത് ഞാനാ. തുടങ്ങിയത് ഞാനാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഞാൻ തന്നെയാ. ഞാൻ തീരുമാനിക്കാതെ നീ അവസാനിക്കത്തില്ല. അവൻ നിന്റെ വിധി നിശ്ചയിക്കുന്നത് ഡൊമീഷൻ അല്ല. പ്രാണനെ തന്നു നിന്നെ വീണ്ടെടുത്ത ദൈവപുത്രൻ അഭിഷിക്തനെ നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ പൂർത്തിയാക്കുന്നതും ദൈവമാണ്. നീ എന്നും മരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ശത്രുവല്ല. നീ എത്ര നാൾ ശുശ്രൂഷിക്കണമെന്ന് നിശ്ചയിക്കുന്ന നേതാക്കന്മാരാരുമല്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അവധിക്ക് മുൻപ് ചൂളയിൽ വലിച്ചെറിഞ്ഞാലും നിന്റെ പ്രാണന് കേടുവരത്തില്ല. കുഞ്ഞെ, മരണകരമായ ദീനം നിന്നെ പിടിച്ചാലും 4th സ്റ്റേജ് ആണെന്ന് ഡോക്ടർമാർ വിധി എഴുതിയാലും അവൻ നിന്റെ വിധി നിശ്ചയിക്കുന്നത് ഒരു വൈദ്യരുമല്ല. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞെ, നീ ഈ മണ്ണിൽ എത്ര കാലം ഉണ്ടായിരിക്കണം, എത്ര കാലം നീ ശുശ്രൂഷ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്, എന്ന് നിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കണം, സകലവും നിശ്ചയിക്കുന്നത് നിന്നെ വീണ്ടെടുത്ത ദൈവപുത്രനാണ്. എന്റെ മക്കളെ, നിന്നെ തൊട്ട് ദൈവാത്മാവ് പറയുക, ദൈവമാണ് നിന്നെ കൊണ്ട് ചിലത് തുടങ്ങിച്ചതെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് നീ ആരംഭിച്ചതെങ്കിൽ, ദൈവാലോചന പ്രകാരമാണ് നീ ചുവട് വെച്ചതെങ്കിൽ, ശത്രു അറുതി വരച്ചാൽ അവിടെ തീരത്തില്ല. ലോകം ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അത് ഒടുങ്ങിപ്പോകത്തില്ല. ലോകം നിർത്തുന്നിടത്ത് തുടങ്ങുന്നവനാ നാം സേവിക്കുന്ന ദൈവം. വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ, വചനപ്രകാരം ജീവിതം നയിച്ചാൽ നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ലോകമല്ല, പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവമാണ്. 93 വയസ്സുള്ള പടുവൃദ്ധനായ യോഹന്നാൻ ക്രിസ്തുവിന്റെ ഒറ്റ വാക്ക്, ഒറ്റ സ്പർശനം അവനെ കരുത്തനാക്കി. ഞാനാ കുഞ്ഞെ ആദിയും അന്ത്യവും. ലോകം വാതിലെല്ലാം കൊട്ടിയടച്ചാലും ഒരുത്തരും അടയ്ക്കാൻ കഴിയാത്തവണ്ണം പുതിയ വാതിൽ തുറക്കുന്നവനാ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു. കുഞ്ഞെ, നിന്റെ ഭാവി അറിയാൻ വേണ്ടി പ്രവാചകന്മാരുടെ പുറകെ പോകരുതേ.
സ്തോത്രം. കൈനോട്ടക്കാരും ലക്ഷണക്കാരുമല്ല നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. നിന്റെ ഭാവി അറിയുന്ന ദൈവത്തെ നിനക്കറിയാമെങ്കിൽ ഭാവി ഭാസ്വരമായിരിക്കും. പിന്നെ നിയമിക്കപ്പെട്ട നാളുകളൊന്നുമില്ലാതിരിക്കുമ്പോൾ തന്നെ നിന്റെ പേര് തന്റെ പുസ്തകത്തിൽ എഴുതിവെച്ച ദൈവം നിന്റെ ഭാവിയും എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം നിന്റെ ഭാവി നിയമിച്ചിട്ടുണ്ടെങ്കിൽ ദുഷ്ടനെന്തു തന്ത്രം മെനഞ്ഞാലും ആഭിചാരം ചെയ്താലും കെണിയും കുഴിയും മറച്ചു വെച്ചാലും ദൈവം നിന്നെക്കുറിച്ച് എഴുതിക്കൊള്ളതല്ലാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. ദൈവത്തിന്റെ മഹത്വം. ദൈവം നിശ്ചയിച്ച ഭാവിയെ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരുത്തനും ഒരു ശക്തിയും മുപ്പാരിലുമില്ല. ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല. എല്ലാ വഴിയും അടഞ്ഞു. ഇനി എവിടെയെങ്കിലും പോയി കർത്താവിനെ പ്രസംഗിക്കാൻ സാധ്യതയില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവദാസനെ യോഹന്നാനെ, ഒന്നോ രണ്ടോ സഭകളിലല്ല, എക്കാലത്തുമുള്ള ദൈവസഭകൾക്ക്, എക്കാലത്തുമുള്ള ദൈവ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യകരമായ പ്രത്യാശ നൽകുന്ന സ്വർഗീയ വെളിപ്പാടുമായി നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുവാൻ പോവുകയാണ്. നിനക്ക് നീ ഒന്നും ചെയ്യാനില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാൽ കുഞ്ഞെ, നീ ശുശ്രൂഷിച്ച എഫേസോസിലെ സഭ മുതൽ എക്കാലത്തുമുള്ള ദൈവസഭകൾക്കുള്ള ശക്തമായ ആലോചന പ്രാപിച്ചെടുക്കാനുള്ള പ്രാർത്ഥനാമുറിയായി ഈ മരണദ്വീപിനെ, പത്മോസിനെ ഞാൻ മാറ്റാൻ പോവുകയാണ്. എഫേസോസിലെ സഭ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ദൂതന് എഴുതുക. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ കാലഘട്ടം. ആദ്യ നൂറ്റാണ്ടിൽ സഭയുടെ നടുവിൽ, സഭയുടെ കേന്ദ്രബിന്ദുവായി ക്രിസ്തുവുണ്ടായിരുന്നു. സഭയാകുന്ന നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായ കർത്താവ് നിലകൊണ്ടിരുന്ന 1-ാം നൂറ്റാണ്ട്. ദൈവസഭയുടെ കേന്ദ്രബിന്ദു ക്രിസ്തുവായിരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും ക്രിസ്തുവിലേക്ക് നോക്കിയിരുന്ന കാലം. തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ ആത്മീയ സാന്നിധ്യം അകതാരിൽ കണ്ടുകൊണ്ടാണ് ആത്മീയ നൂറ്റാണ്ടിലെ ദൈവകുഞ്ഞുങ്ങൾ കർത്താവിനെ ആരാധിച്ചത്. കുഞ്ഞുങ്ങളെ, നേതാക്കന്മാരെ പ്രസാദിപ്പിക്കാനുള്ള ചുസൂട് ചെയ്യേണ്ട ഗതികേട് അവർക്കില്ലായിരുന്നു, അഭിഷിക്തന്മാർക്കില്ലായിരുന്നു. അതല്ലേ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാ നിങ്ങൾ കേൾപ്പിക്കുന്നത്. അവിടെ മുഖം നോക്കിയുള്ള ശുശ്രൂഷയില്ലായിരുന്നു. സഭാനാഥനായ ക്രിസ്തു കേന്ദ്രബിന്ദുവായി സഭയുടെ നടുവിലുണ്ടായിരുന്നുകൊണ്ട് എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. എന്നാൽ എഫേസോസ് സഭയുടെ കാലഘട്ടം തീരുന്നതിന് മുമ്പ് തന്നെ ആദ്യസ്നേഹം നഷ്ടമാക്കി. ദൈവസ്നേഹം, ആദ്യസ്നേഹം നഷ്ടമാക്കിയ സഭ അടുത്ത പീരീഡിലേക്ക് കടക്കാൻ കണ്ണുനീരിന്റെ കാലഘട്ടം, സ്മുർണയുടെ കാലഘട്ടം. നീറോ മുതൽ ഡയോക്ലീഷ്യൻ വരെയുള്ള 10 ക്രൂരന്മാരായ റോമൻ ചക്രവർത്തിമാർ സഭയെ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടത്തിവിട്ട കാലം. എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തീയ ജീവിതം സമൃദ്ധിയുടെ മാത്രം ജീവിതമല്ലെന്ന് സ്തോത്രം പഠിക്കണം. ഹല്ലേലൂയ. ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള നന്മയെല്ലാം തരും എന്നും. പക്ഷേ പച്ചയായ പുൽപ്പുറങ്ങൾ മാത്രമല്ല, മരണനിഴലിന്റെ താഴ്വരയിലൂടെയും കടന്നു പോകേണ്ടതായി വരും. എങ്കിലും ധൈര്യപ്പെടണം കേട്ടോ, കാരണം നല്ല ഇടയൻ കൈവിടത്തില്ല, കൂടെയുണ്ട്. ഈ സ്മുർണ സഭയിലെ വിശ്വാസികളിൽ ഒരു കൂട്ടം സാക്ഷ്യം പറയും, ഞങ്ങൾ ജാതികളെ അടക്കി, രാജ്യങ്ങളെ പിടിച്ചു, ശത്രുവിന്റെ സൈന്യത്തെ ഓടിച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് ഞങ്ങൾ തെറ്റിയൊഴിഞ്ഞു, വാഗ്ദത്തം പ്രാപിച്ചു. എല്ലാ നന്മയ്ക്കായും സ്തോത്രം. ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ. സ്വർഗ്ഗം അവരെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കയറി വരുന്നവരാ. ജീവന് വിലയേറിയതായി കരുതാതെ, ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റവർ. ശ്രദ്ധിക്കണേ, എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു കൂട്ടർ, ആരാലും അറിയപ്പെടാത്ത മറ്റൊരു കൂട്ടർ. ആരും അറിയുന്നില്ലെങ്കിലും മക്കളെ, ദൈവം നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കിയലക്കി വെളുപ്പിച്ച വിശുദ്ധരാണ്. കുഞ്ഞെ, കേമന്മാരുടെ ലിസ്റ്റിൽ നിന്റെ പേരില്ലെങ്കിലും, വേദി ഇളക്കി മറിച്ചു പ്രസംഗിക്കുന്നില്ലെങ്കിലും ദൈവം പറയും, നീ വിശുദ്ധിയെ സൂക്ഷിച്ച ഭക്തനാ. ഒരു കൂട്ടർക്ക് രാജ്യം പിടിച്ചടക്കാൻ കഴിഞ്ഞപ്പോൾ ഇതാ ഒരു കൂട്ടർക്ക് രാജ്യം നഷ്ടമായി. ഒരു കൂട്ടർ സിംഹത്തിന്റെ വായടച്ചപ്പോൾ മറ്റൊരു കൂട്ടത്തെ സിംഹം കടിച്ചു കീറി തിന്നു. ഒരു കൂട്ടർ തീയുടെ ബലം കെടുത്തിയപ്പോൾ മറ്റൊരു കൂട്ടർ അഗ്നിക്ക് ഇരയായി കത്തി അമർന്നു. ഒരു കൂട്ടർ വാളിന്റെ വായ്ക്ക് തെറ്റി ഒഴിഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടർ ഈർക്ഷവാളിനാൽ അറക്കപ്പെട്ടു. ഒരു കൂട്ടർ നേർമയുള്ള വസ്ത്രം ധരിച്ചപ്പോൾ ഒരു കൂട്ടർ ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ചു. ഒരു കൂട്ടർക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരിച്ചു കിട്ടിയപ്പോൾ ഒരു വലിയ കൂട്ടത്തിന് സ്വന്തം മക്കളെ നഷ്ടമായി, മാതാപിതാക്കളെ നഷ്ടമായി, സഹോദരങ്ങളെ നഷ്ടമായി. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം നേടിയവരെ ശ്രേഷ്ഠന്മാരായും ഒന്നും നേടാത്തവരെ വിശ്വാസമില്ലാത്ത അയോഗ്യന്മാരായും പരിഗണിക്കുന്ന കാലത്താ നാം ജീവിക്കുന്നത്. കുഞ്ഞേ, ഒന്നും വാരിക്കൂട്ടിയില്ലെങ്കിലും ദൈവം നിന്നെ ചേർത്ത് പിടിച്ചു പറയും, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അങ്കി അലക്കി വെളുപ്പിച്ച വിശുദ്ധനാ. സ്തോത്രം. സുഖകാലത്ത് മാത്രമല്ല, കഷ്ടതയിലും പാടുവാൻ, കണ്ണുനീരിലും ആരാധിക്കുവാൻ, വേദനയിലും യേശുവിനെ പ്രസംഗിക്കുവാൻ, നഷ്ടത്തിന്റെ നടുവിലും സ്വർഗീയ നന്മകളെ, പ്രത്യാശയെ വർണ്ണിക്കുവാൻ കഴിയുന്നവനാ യഥാർത്ഥ ദൈവവൈതൽ.
സ്മുർണയുടെ കാലഘട്ടം കഷ്ടതയായിരുന്നു. എന്നാൽ കർത്താവ് അന്നും പറഞ്ഞു, ഹല്ലേലൂയ, 10 ദിവസം നിനക്ക് പീഡയുണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കെ, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, സ്നാനജലത്തിൽ നിന്ന് കയറുമ്പോൾ മാത്രം പറയാനുള്ള വാക്കില്ലത്. ഓരോ ദിവസവും നാം നമ്മുടെ ആത്മാവിനോട് പറയണം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം, എന്നാൽ ഒരു ജീവകിരീടം അടിമനാഥൻ എനിക്കായി കരുതി വെച്ചിരിക്കുന്നു. കല്ലേറും തല്ലും തടവറയും നിന്നയും അപമാനവും അഗ്നിശോധനയും പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാതെ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ പിമ്പിലുള്ളതെല്ലാം മറന്ന് ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓട്ടം തികയ്ക്കുവോളം മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ നീയാ നല്ല ദാസൻ എന്ന് വിളിക്കപ്പെടുന്നത്. സഭയുടെ 3ാമത്തെ കാലഘട്ടം പെർഗമോസ്. ബിലയാമിന്റെ ഉപദേശം, പൈശാചികമായ ദുരുപദേശങ്ങൾ സഭയിൽ കടന്നുകയറിയ കാലം. ദൈവജനത്തെ ശപിക്കാൻ ബാലാക്ക് ബിലയാമിനെ വിളിച്ചപ്പോൾ അവൻ ദൈവാലോചന ചോദിക്കാൻ പോയി. അത് നല്ല സ്വഭാവം തന്നെ. എന്നാൽ ദൈവം അനുഗ്രഹിച്ചവരെ ശപിക്കരുതെന്ന് കർത്താവ് ആലോചന പറഞ്ഞു. പക്ഷേ അവനത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ കൂടെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്ന ബിലയാം പ്രവാചകനെ സംഖ്യാപുസ്തകത്തിൽ കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നോട് ഒരിക്കൽ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദൈവം തീരുമാനം മാറ്റുകയില്ല കേട്ടോ. സ്തോത്രം. പ്രവചന ദൂത് കേൾക്കാൻ വേണ്ടി പിന്നെ ദൈവം അന്ന് പറഞ്ഞ ആലോചന മാറ്റിയോന്നറിയാൻ വേണ്ടി ആലോചന കേൾക്കാൻ പിന്നെ പോകരുത്. ദൈവത്തെ സമ്മതിപ്പിക്കാൻ പോകരുത്. സ്തോത്രം. വചനം മാറോട് ചേർത്ത് നടക്കുന്ന ദൈവപൈതലാണ് നീയെങ്കിൽ, മക്കളെ, ഈ വചനം നിന്നോട് സംസാരിക്കും. വചനം നിന്നോട് ദൂത് പറയും. വചനം നിനക്ക് മറഞ്ഞിരിക്കുന്ന സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരും. മഹാദൈവത്തിന്റെ ആലോചന വ്യക്തമായി നിന്റെ കയ്യിൽ, നിന്റെ ഭാഷയിൽ ദൈവം എഴുതി തന്നിട്ടുണ്ട്. അന്വേഷിച്ച് വായിച്ചു നോക്കു മക്കളെ, അറിയേണ്ട കാര്യങ്ങളെല്ലാം അതിനുള്ളിലുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ ദൈവത്തിന്റെ ആലോചന ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്ന ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ബിലയാമിന്റെ ഉപദേശവും കൊണ്ട് നടക്കുന്നവരും ധാരാളമാ. സൂക്ഷിച്ചൊഴിയാൻ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ ഇന്ന് പുലരിയിൽ ബുദ്ധിയുപദേശം നൽകുകയാണ്. പണം കൊടുത്ത് ദൈവഹിതം മറിച്ചു കളയാൻ നോക്കുന്ന ബാലാക്കും, പണത്തിന്റെ കിലുക്കത്തിൽ ദൈവശബ്ദത്തെ അവഗണിക്കുന്ന ബിലയാമും പെർഗമോസ് കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും ധാരാളമായിട്ടുണ്ട്. സ്തോത്രം. കഴുതയ്ക്ക് മനസ്സിലായാലും ഇങ്ങനെയുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അവരുടെ ഉപദേശത്തിൽ കുടുങ്ങിയവർക്കും അത് മനസ്സിലാകത്തില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ മരുഭൂമിയിലെ കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ ദൈവം അവരെ ചൂണ്ടി പറഞ്ഞ സാക്ഷ്യം നമുക്കറിയാം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. കുഞ്ഞെ, 4 നില കൂടുതൽ പണിതെന്നല്ല, പല രാജ്യങ്ങളുടെ പൗരത്വം നേടിയെന്നല്ല. മക്കളെ, ദൈവം എന്തൊക്കെ നന്മ ചെയ്താലും നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്തുകൊള്ളുക. പക്ഷേ വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്. കർത്താവ് പറയണം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് തനിച്ചു പാർക്കുന്ന ജനം. അങ്ങനെയെങ്കിൽ ഏത് ദുഷ്ടശക്തികൾ നിനക്കെതിരെ എന്തൊക്കെ ചെയ്താലും, ആഭിചാരം ചെയ്താലും നിനക്ക് ഫലിക്കത്തില്ല. ലക്ഷണവിദ്യ നിനക്ക് കേൾക്കത്തില്ല. കാരണം നിന്റെ കൂടാരത്തിന് ചുറ്റും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, നിനക്ക് ഉള്ളതിനൊക്കെ ചുറ്റും അഗ്നിമതിലായി ദൈവം നിന്നെ സൂക്ഷിക്കും. ദൈവത്തിലെ നീ അറിയുന്നില്ലെങ്കിലും നിന്നെ ചുറ്റി പരിപാലിക്കുന്ന സ്വർഗീയ സംരക്ഷണ വലയമുള്ളതുകൊണ്ടാ ഇന്നും ജീവനോടിരിക്കുന്നത്. ശത്രു അലറിയെടുത്തിട്ടും നിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോകാതിരിക്കുന്നത്. ദുഷ്ടശക്തികൾ നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ തീയമ്പുകൾ തൊടുത്തു വിട്ടിട്ടും അഭിഷിക്തനെ ഇന്നും നീ എരിഞ്ഞു ശുശ്രൂഷിക്കുന്നത് മഹാദൈവത്തിന്റെ സുരക്ഷിത വലയം നിന്നെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ടാ. ദൈവത്തിന് മഹത്വം. സ്തോത്രം. അടുത്ത സഭാകാലം തുയഥൈര പീരീഡാണ്. ആചാരങ്ങളെന്ന പേരിൽ സഭയിൽ അശുദ്ധി കൊടികുത്തി വാഴാൻ തുടങ്ങിയ കാലം. അനാത്മികതയും അഭിചാരവും വ്യഭിചാരവും നടത്തുന്നവർ ആദരിക്കപ്പെട്ട കാലം. ഈസബേലിന്റെ പ്രവർത്തനം സഭയെ നിയന്ത്രിക്കാൻ തുടങ്ങിയ കാലം. സീദോന്യ രാജകുമാരിയായിരുന്ന ഈസബൽ, അവൾ ആരാധിക്കാത്ത ഒരു ദുർമൂർത്തിയും ഇല്ലായിരുന്നു. ഇവളെ ആഖാബ് സംബന്ധം ചെയ്ത് ദൈവകുഞ്ഞുങ്ങളോടൊപ്പം നാട്ടിൽ കൊണ്ടുവന്നു. അവൾ ദൈവജനത്തിൽ ചെയ്ത ഉപദ്രവവും അവളുടെ അന്ത്യവുമൊക്കെ ദൈവകുഞ്ഞുങ്ങൾക്കറിയാം. എന്നാൽ അവൾ പട്ടുപോയെങ്കിലും അവളിൽ വ്യാപരിച്ച ദുരാത്മശക്തിയുടെ വ്യാപാരത്തോടെ ഇതാ ഇവിടെ ഈ സർവീസിലും ഒരു സ്ത്രീ എഴുന്നേൽക്കുകയാണ്. അവളെയും വിളിക്കുന്നത് ഈസബൽ എന്നാണ്. ഈസബലിന്റെ മേൽ വ്യാപരിച്ചിരുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും ഈ സ്ത്രീയുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നു. ഒരു കൂട്ടം പഠിതാക്കൾ പറയുന്നത് ഇത് ആ സഭയിലെ മൂപ്പന്റെ ഭാര്യയായിരുന്നിരിക്കാം. ദൈവത്തിന്റെ മഹത്വം. ഇനി സർവീസ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ
അവിടെ കാണുന്നത് സഭയുണ്ട്, പക്ഷെ ജീവനില്ലാത്ത സഭയാ. ആത്മീയ ജീവൻ നഷ്ടപ്പെടുത്തി ആചാരങ്ങളിൽ മുഴുകിപ്പോയ സഭ. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചു കിടക്കുന്ന സഭ. ജീവിപ്പിക്കുന്ന വചനം കേൾക്കാൻ താല്പര്യമില്ല. സ്വർഗീയ പ്രത്യാശയെ വർണ്ണിക്കുന്ന ഗാനം പാടിയാൽ ആരാധിക്കത്തില്ല. എന്നെ തകർത്തിയിടാൻ താതനിഷ്ടമെങ്കിൽ നിൻഹിതം എന്നിൽ സമ്പൂർണമാകട്ടെ എന്നുള്ള പാട്ട് പാടരുതെന്ന് വിശ്വാസികളെ ഉപദേശിക്കുന്ന നടത്തിപ്പുകാര് അരങ്ങുവാഴുന്ന കാലത്താ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിലും സ്തോത്രം, കർത്താവ് ഫിലദൽഫിയ സഭയോട് ദൂത് പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എന്റെ വചനം നീ കാത്തു. എത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാ. ഇവിടെ ഫിലദൽഫിയ സഭയുടെ കാലം തുടങ്ങുകയാ. 4 പേരുടെ മുമ്പിൽ നിർത്തിയാൽ എടുത്തു പറയാൻ പറ്റിയ യോഗ്യതകളൊന്നും നിനക്കില്ല. എങ്കിലും സ്വർഗം ഒരു കാര്യം കണ്ടു. അന്ധകാര നിബദ്ധമായ ലോകത്ത് അല്പമാത്രമായ ശക്തിയേ ഉള്ളെങ്കിലും വചനം കാക്കുന്നു, വചനം ഇഷ്ടപ്പെടുന്നു, വചനമനുസരിക്കാൻ താല്പര്യം കാണിക്കുന്നു, വചനം പ്രചരിപ്പിക്കാൻ ഉത്സാഹം കാണിക്കുന്നു. നീ എന്റെ വചനത്തിനു വേണ്ടി നിന്നു, എന്റെ നാമത്തിന് അപമാനം വരുത്തിയില്ല. കുഞ്ഞെ, നിൽക്കുന്നെങ്കിൽ വചനത്തിനു വേണ്ടി നിൽക്കുക. വചനം വിട്ട് ഇടം വലം പോകാതെ ഏതു സാഹചര്യത്തിലും വചനത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുക. സ്തോത്രം. ഒരു വിഭാഗത്തിന്റെ ആളായി നിൽക്കരുതേ, ഒരു പാനലിന്റെ വക്താവായി നിൽക്കരുതേ, ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി പോകരുതേ. ദൈവവചനത്തിനു വേണ്ടി നിൽക്കുക. ദൈവനാമത്തിന് അപമാനമുണ്ടാക്കുന്ന വിധത്തിൽ ഗ്രൂപ്പുകളിലേക്ക് പോകാതെ അല്പമേ ശക്തിയുള്ളെങ്കിലും വചനം കാത്തുകൊണ്ട് നിൽക്കുക. കുഞ്ഞെ, താങ്കൾ ഏത് ഡിനോമിനേഷനിൽപ്പെട്ട വ്യക്തിയായാലും ശരീരം ദൈവത്തിന്റെ മന്ദിരമാ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവനാമത്തിന് അപമാനം വരുത്തതൊന്നും നിന്റെ ശരീരം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ തൊട്ട് വ്യക്തമായി ദൂത് പറയുക, കർശനമായ താക്കീത് നൽകുകയാണ്. സഭായോഗത്തിൽ ആരാധിക്കുമ്പോൾ മാത്രമല്ല, ആരാധന കഴിഞ്ഞ് ഭവനത്തിലെത്തുമ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രസംഗവേദിയിൽ നിൽക്കുമ്പോൾ മാത്രമല്ലെന്ന്, നിന്റെ എല്ലാ ഇടപാടുകളിലും തമ്പുരാന്റെ ദൃഷ്ടി പതിയുന്നുണ്ട്. ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി കൈയിനോട് ദൈവം ചോദിച്ചില്ലേ, നിന്റെ മുഖം മാടിയിരിക്കുന്നത് എന്താ? ഞായറാഴ്ച സഭായോഗത്തിൽ മാത്രമല്ല മക്കളെ, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഓരോ നിമിഷവും ദൈവം നിന്റെ മുഖം കാണുന്നുണ്ടെന്ന് ഓർത്തുകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ പറയാൻ ഉയർത്തിയ കരം കൊണ്ട് മറ്റെന്തൊക്കെ ഇടപാടാ ചെയ്യുന്നത് അതും ദൈവം കാണുന്നുണ്ട്. ആരാധനയിൽ നൃത്തം ചെയ്ത കാലുകൾ എങ്ങോട്ടൊക്കെയാ പോകുന്നത് അതും ദൈവം കാണുന്നുണ്ട്. അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തതുകൊണ്ട് മക്കളെ, ഞാൻ നിനക്ക് ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ആർക്കും അടയ്ക്കാനാവാത്ത വാതിൽ, നന്മയുടെ വാതിൽ, സ്വർഗീയമായ വാതിൽ, വെളിപ്പാടുകളുടെ വാതിൽ, അനുഗ്രഹത്തിന്റെ വാതിൽ. ദൈവത്തിന് സ്തോത്രം. വചനത്തിന് വേണ്ടി നിൽക്കുന്നവർക്കായി നന്മയുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവം കുഞ്ഞെ ഇന്നും ജീവിക്കുന്നു. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്കായി തുറക്കും. യേശുവിന്റെ നാമത്തിൽ വചനത്തിനു വേണ്ടി നിൽക്കുന്നവർക്കായി അനുഗ്രഹത്തിന്റെ പുതുവഴി തുറക്കുന്ന ദൈവം. ഇവിടെ ഒരു കാര്യം ദൈവമക്കളോട് പറയാൻ പ്രത്യേകമായി പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്നു. നിനക്ക് വേണ്ടി ദൈവം തുറന്ന വഴിയിലൂടെ ഫറവോന്റെ രഥം ഉരുളാൻ ദൈവം സമ്മതിക്കത്തില്ല. വചനത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവദാസനെ ദൈവം താങ്കൾക്ക് വേണ്ടി തുറന്ന വഴിയിലൂടെ ഹല്ലേലൂയ ദുഷ്ടശക്തികൾ സഞ്ചരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവകുഞ്ഞുങ്ങളെ അവൻ ദൈവകുഞ്ഞുങ്ങളുണ്ടല്ലോ, പഴയ നിയമകാലത്തെ യാക്കോബിന്റെ മക്കളെ മിസ്രയീമിലേക്ക് കൊണ്ടുവരാൻ, യാക്കോബിനെയും മക്കളെയും മിസ്രയീമിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഹല്ലേലൂയ അവൻ കനാനിലേക്ക് പോയ രഥങ്ങൾ ഉണ്ട്. സ്തോത്രം. ഒരിക്കൽ അതിനുവേണ്ടിയാണ് മിസ്രൈമിലെ രഥങ്ങൾ ഉപയോഗിക്കപ്പെട്ടത്. യാക്കോബിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് ഈ രഥങ്ങൾ 40 ദിവസത്തെ വിലാപയാത്രയിൽ കനാനിലേക്ക് പോയതും നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അതേ രഥങ്ങൾ യാക്കോബിന്റെ മക്കൾക്കെതിരായി ഉരുളുമ്പോൾ ദൈവം അനുവദിക്കുമെന്നാണോ, ദൈവം കണ്ടുകൊണ്ടിരിക്കുമെന്നാണോ? ഒരിക്കൽ നമ്മുടെ രാജ്യം ദൈവജനം വാരി വിതയ്ക്കാൻ വന്ന അഭിഷിക്തന്മാരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതാണ്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തതാണ്. എന്നാൽ ഇന്ന് വചനമനുസരിക്കുന്നവർക്ക് വിരോധമായി ആ കരങ്ങൾ തിരിഞ്ഞാൽ മക്കളെ, നമ്മുടെ ദൈവം അടങ്ങിയിരിക്കുമെന്ന് ചിന്തിക്കരുത്. ഫറവോന്റെ രഥവും കുതിരയും അവന്റെ പടക്കൂട്ടവും അവന്റെ തലവനും, എന്തിന് ഫറവോൻ ഉൾപ്പെടെയുള്ളവരെ ദൈവം ഹല്ലേലൂയ അവൻ തന്റെ കുഞ്ഞുങ്ങൾക്കായി തുറന്ന വഴിയിലൂടെ അവന്റെ രഥം ഉരുട്ടിക്കൊണ്ട് വന്നപ്പോൾ അവൻ ദൈവം തുറന്ന വഴിയിൽ അവർ കുഴഞ്ഞു വീണു. സ്തോത്രം. അവർ നശിച്ചുപോയി. എങ്കിൽ ഇന്നും നീതിയോടെ വിധിച്ചുകൊണ്ട് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തന്റെ സിംഹാസനത്തിലിരിക്കുന്നുണ്ട്. അത് മറന്നു പോകരുത്. ദൈവത്തിന്റെ ആലോചന കേട്ട പ്രിയ സഹോദര, കർത്താവിന്റെ അരുളപ്പാട് ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ പ്രിയ സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് നിന്നോടാണ് ദൂത് പറയുന്നത്. എല്ലാ വഴിയുമടയുമ്പോൾ പുതുവഴി തുറക്കുന്ന ദൈവം നിനക്കായി
നിന്റെ കുഞ്ഞുങ്ങൾക്കായി, നിന്റെ പ്രിയപ്പെട്ടവർക്കായി അനുഗ്രഹത്തിന്റെ, നന്മയുടെ, പ്രതീക്ഷയുടെ സ്തോത്രം പുതുവഴി തുറക്കാൻ പോവുകയാണ്. ധൈര്യത്തോടെ വിശ്വസിക്കുക. ആമേൻ. കേട്ട വചനം നീ കാണാൻ പോവുകയാണ്. കേട്ട ദൂത് നീ കാണാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ പുലരിയിലും ദൈവത്തിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ എളിയവനെയും അനുവദിച്ച മഹാദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എളിയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയിൽ എളിയവനെയും ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാം. നമ്പർ ഞാൻ പറയുന്നു, 9072141834. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9072140929. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയോടെ അടുത്ത ദിവസങ്ങളിലും ഒരുമിച്ച് കൂടാം. അതുവരെ മഹാദൈവത്തിന്റെ കൃപയുടെ കരങ്ങളിൽ സുരക്ഷിതരായി താണിരിക്കാം. God bless you in Jesus' name.